ഹലോ ഗായ്സ്, ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ഞങ്ങൾ ചെറിയൊരു ഡെസേർട്ട് ട്രിപ്പിന് വന്നതാണ് കേട്ടോ. ഇപ്പോഴല്ല, നമ്മളൊരു ജനുവരി ഫസ്റ്റ് വീക്കിൽ വന്ന വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പം എന്താ പറയുക, നമ്മളിവിടെ മെഗാമാളിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ബസ് ഉണ്ടായിരുന്നത്. നമ്മൾ കയറി ഇതുപോലൊരു വണ്ടിയിലാണ് നമ്മൾ പിന്നെ ഡെസേർട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെ മണ്ണൊക്കെ തെറിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഓഫ് റോഡ് പോകുന്ന അതേ ഫീൽ നമുക്കുണ്ടായിരുന്നു. ഇങ്ങനെ ചാടി മറിഞ്ഞ് തുള്ളി സാറ ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നേരെ ചെന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് കയറാൻ പോയി ഗൈസ്. സാറ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നുണ്ടോ. പിന്നെ അത് തന്നെയല്ല, സാറ ഭയങ്കര വഴക്കുമായിരുന്നു. കാരണം അവൾക്ക് ഒട്ടകത്തിനെ വേണം, പിന്നെ കുതിരയെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ തുടങ്ങി കേട്ടോ. ഇതൊക്കെ കയറിയപ്പോൾ അവൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ ഭയങ്കര വഴക്കായിരുന്നു. എല്ലാം ഇവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കയറണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു. ഞാനാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ പുറകിൽ നിന്ന് ഒട്ടകം എന്നെ ഒന്ന് എന്തോ എനിക്ക് അറിഞ്ഞൂടാ, അതെന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അവിടെ കിടന്ന് അലറി കേട്ടോ ഇറങ്ങുന്ന സമയത്ത്. പിന്നെ അച്ചാച്ചന് കയറാൻ പറ്റിയില്ല. ആള് കയറാനായിട്ട് കാല് പൊക്കിയപ്പോഴത്തേന് പെട്ടെന്ന് കാലേ മസിൽ കയറി. അപ്പോൾ ആ ട്രിപ്പിൽ എനിക്ക് സാറേ വീണ്ടും കയറാൻ പറ്റി കേട്ടോ. അപ്പോൾ അതാണ്, അപ്പോൾ 2 പ്രാവശ്യം ഒട്ടകത്തേക്ക് കയറാൻ പറ്റും. പിന്നെ നമ്മൾ കുതിരയിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറേ അങ്ങ് ഭയങ്കര വഴക്കും എന്നാൽ ഭയങ്കര ഇഷ്ടവുമായിരുന്നു. കാരണം കയറിയിട്ട് അവൾക്ക് പോരാ, വീണ്ടും വീണ്ടും കയറണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ബഹളമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതേണ്ട ഇങ്ങനെ കുതിരയിലൊക്കെ കയറി. പിന്നെ അച്ചാച്ചൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പം ഇതേണ്ട നമ്മളിങ്ങനെ കുതിരയുടെ മണ്ടയ്ക്കൊക്കെ കയറി നല്ല എൻജോയ് ചെയ്ത് പോവാണ്. അപ്പം എൻ്റെ അടുത്ത് ഒന്ന് അച്ചാച്ചൻ്റെ ഫ്രണ്ട് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ കുതിര ഓടിച്ചുകൊണ്ട് വരണം. അപ്പം ഞാൻ പറയാം, വേണ്ട അങ്ങനെ നമ്മൾ ചുമ്മാ ചെയ്തിട്ട് അങ്ങാട് ഇത് ഓടിപ്പോയെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ചളിയൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കൊച്ചിനെ നമ്മളെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ക്യാമറയൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുറേ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഒരു തണുപ്പുള്ള സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ചൂടൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ കയറിയിട്ടോ. വണ്ടി ആദ്യം കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതൊക്കെ, പിന്നെ ഇത് മറിഞ്ഞ് വീഴത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമുണ്ട്. എന്നാലും ഒന്ന് ഓടിച്ചു കൊടുക്കാനും ക്ലച്ചൊക്കെ പിടിച്ചൊന്ന് പോകാനോ ഹാൻഡിലൊക്കെ ഒന്ന് തിരിച്ച് നമ്മളായിട്ടൊന്ന് സെറ്റ് ആവണമല്ലോ. ഒരു ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ തന്നെ അച്ഛൻ അത് നല്ല രീതിയിൽ എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് ഓടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പേടിയായിരുന്നു കേട്ടോ, വീഴുവോ മറിഞ്ഞു പോവുമോ എന്നുള്ള. പക്ഷേ ഞാനും നല്ലപോലെ ഓടിച്ചു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സാറ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഇടയ്ക്ക് ഇടിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് വീണ്ടും കുതിരയെ കയറണം, ഒട്ടകത്തെ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അലമ്പായിരുന്നു സാറക്കുട്ടി. പിന്നെന്താ, അതെ ഞങ്ങൾ ടാറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ അതിനകത്ത് റൗണ്ട് ചെയ്യാനുണ്ട്. അതൊരു 10-20 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഓടിക്കാണ് കേട്ടോ. ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് അഥവാ വീണെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ആയിരുന്നു കേട്ടോ, ഒന്ന് ഓടിക്കാൻ പറ്റും. ഒന്ന് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, പിന്നെ അത് ശരിയായിക്കോളും കേട്ടോ. നമ്മൾ 2 റൗണ്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഓടിച്ചു കേട്ടോ. ആദ്യം എനിക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഓക്കെ ആയിരുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ സാധനം ബെലി ഡാൻസിലേക്ക് കടന്നു. അപ്പോൾ 2 ലേഡീസ് ഉണ്ടായിരുന്നു കേട്ടോ ബെലി ഡാൻസിനായിട്ട്. കുഴപ്പമില്ല, നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഡെസേർട്ട് സഫാരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിൽ പോകുന്നത് ഈ ബെലി ഡാൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് പോയത് വേറൊരു സ്ഥലത്താണ്, ഇത് വേറൊരു സ്ഥലത്താണ്. ദുബായിൽ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഇതിലും എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് മറ്റേതായിരുന്നു കേട്ടോ. മറ്റേതെന്ന് പറയാൻ കാരണം കുറച്ച് ഫുഡിൻ്റെ കേസിൽ എനിക്ക് ഇപ്രാവശ്യം ഈ ഡെസേർട്ടിലൊരു കൺഫ്യൂഷൻ വന്നു. കാരണം എനിക്ക് അത്ര അങ്ങോട്ട് എല്ലാം ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മുടെ ഫുഡിനേക്കാളും കൂടുതൽ, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫുഡിനേക്കാൾ കൂടുതൽ വേറെ ആൾക്കാർക്കുള്ള ഒരു ഫുഡായിട്ട് തോന്നി. കുറേ സോസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അറിയാതെ ചെന്ന് കുറേ പ്ലേറ്റിലെല്ലാം കൂടെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. എനിക്കൊന്നും ശരിക്കും ഫുഡ് കഴിക്കാനേ പറ്റിയില്ല. ഒന്നും അങ്ങോട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ക്യൂ നിന്ന് വേണം ഫുഡ് എടുക്കാൻ. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് പ്ലേറ്റിൽ ഇട്ട് തരുമ്പോഴത്തേക്കിന് എന്തൊക്കെ ഫുഡാണ് എങ്ങനത്തെ ആണെന്ന് നമുക്ക് അറിയാത്ത കാരണം എല്ലാം കൂടെ മിക്സ് ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ അടുത്ത ആൾ വന്നു. പിന്നെ 2 പേരും ഒന്നിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്നിച്ചുള്ള നല്ല ഡാൻസുകളും കാര്യങ്ങളൊക്കെ, നല്ല മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു.
ഇവരുടെയൊക്കെ മൂവ്മെൻറ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു കേട്ടോ. ഈ പെങ്കൊച്ചാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കേട്ടോ, ഡാൻസൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മറ്റേനേക്കാളും എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല എന്താ പറയുക, ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഉള്ളവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിരുന്നു. കുറേ പേര് ഫുഡൊക്കെ എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറേ ഒരു പെങ്കൊച്ച നല്ല രീതിയിൽ തന്നെ അവളും എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവർ ഭാഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരുമായിട്ട് നല്ല ഒരു ഇൻട്രാക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ അവളും അവരുമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഡാൻസൊക്കെ. പിന്നെ ഫയർ ഡാൻസ് വന്നു, നല്ലതായിരുന്നു കേട്ടോ. ആമ്പിള്ളേരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. നല്ല ബീജിയം ഒക്കെ ആയിരുന്നു കേട്ടോ അവർ അതിന് വേണ്ടി സെറ്റ് ചെയ്തിരുന്നത്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ബീജിയവും പിന്നെ ഈ ഒരു ഡാൻസും കൂടെ ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളവിടെ കിടന്ന് ഭയങ്കര കൈകൊട്ടും ഭയങ്കര ഹോ ഹോ എന്നുള്ള ഒരു ആർപ്പുവിളിയും വിസിലടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല ഭംഗിയായിരുന്നു. അപ്പം ആ ഒരു എന്താ പറയുക, ലൈറ്റിങ്ങും പിന്നെ ഈ ഒരു ഫയറും പിന്നെ ആ ഒരു ബീജിയം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എൻജോയ് ചെയ്തു നമ്മൾ. അപ്പോൾ ഇനി ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് സാറാക്കുട്ടിയുടെ പഴകൊക്കെ ഒന്ന് മാറി ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് വീണ്ടും കരച്ചിലായി. കാരണം നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയിൽ ഈ ഒട്ടകത്തിനെയും കുതിരയെല്ലാം നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ആൾക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. പിന്നെ പാവം കരഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ നമ്മുടെ ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെയാണ് കേട്ടോ ഈ ഡെസേർട്ട് സഫാരി എന്നൊക്കെ പറയുന്നത്. നമുക്ക് മരുഭൂമിയിലൂടെയൊക്കെ പോവാം. ഞാനൊക്കെ പണ്ട് സിനിമയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ, മരുഭൂമിയിലെ മണലാരണ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ ഡയലോഗൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, കുറച്ച് നമ്മളവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പം എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.